ഹായ് മക്കളെ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. എല്ലാ മക്കൾക്കും എജുപോർട്ട് സിയൂട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന തമ്മിൽ കണ്ടിട്ട് മാത്രം ഈ വീഡിയോ തുറന്ന ആൾക്കാരായിരിക്കും. ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഈ നിമിഷം മുതൽ ബാക്കിയുള്ള നിമിഷം ഒറ്റൊന്നുപോലും നഷ്ടമാകാൻ പോകുന്നില്ല. കാരണം ഇവിടെ കിട്ടുന്ന കംപ്ലീറ്റ് കണ്ടന്റ് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ ആദ്യമേ മനസ്സിലാക്കുക, സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ആക്ച്വലി സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ പാർലമെന്റ് നിയമപ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിലുള്ളതോ തമിഴ്നാട്ടിലുള്ളതോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആന്ധ്രാപ്രദേശിലോ ഇനി ഡൽഹിയിലോ പഞ്ചാബിലോ എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ, അവിടെയുള്ള എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റി കൺട്രോൾ ചെയ്യുന്നത് അവിടുത്തെ ഗവൺമെൻറ് അല്ല, പകരം സെൻട്രൽ ഗവൺമെൻറ് ആണ്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള യൂണിവേഴ്സിറ്റികളായി പറഞ്ഞതെല്ലാം. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഈ യൂണിവേഴ്സിറ്റികളുടെ കംപ്ലീറ്റ് ഫണ്ടിങ് ചെയ്യുന്നവരാണ് സെൻട്രൽ ഗവൺമെൻറ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വലിയ ഫണ്ട് വരുന്ന യൂണിവേഴ്സിറ്റികളാണ് ഈ പറഞ്ഞ സെൻട്രൽ യൂണിവേഴ്സിറ്റി. അതായത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികൾ ഏതാണ്? അതാണ് ഈ പറഞ്ഞ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ചാലുള്ള ബെനിഫിറ്റ് ഒരുപക്ഷെ അതായിരിക്കും നിങ്ങൾക്ക് അറിയേണ്ടി വരിക. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞാൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്താ കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം. ഈ പറഞ്ഞ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ചാലുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 5 കാര്യങ്ങൾ വെച്ചുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ ഫീസ് സ്ട്രക്ചറാണ്. ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഏറ്റവും മികച്ച ആകർഷണം എന്ന് പറയുന്നത് അവിടെ ഫീസ് കുറവാണ്. നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് ഇത്രയും ഫണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ല. അവിടെ എന്താണ്, ഫീ കുറവാണ്. ഈ ഫീ എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര വരിക? നമുക്ക് ഏകദേശം ഒരു 10,000 to 30,000 ഇടയിലാണ് വരിക. ഇത് 10,000 to 30,000 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഏറ്റവും കുറവ് ഫീസാണ് ഞാൻ പറഞ്ഞത്. ബാക്കി എവിടെ നിങ്ങൾ ഡിഗ്രി കോഴ്സുകൾ നോക്കിക്കഴിഞ്ഞാലും ഫീസ് കൂടുതലാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന നിങ്ങൾക്ക് അവിടെ അതേ സമയം എന്ത് ചെയ്യും, സ്കോളർഷിപ്പ് കിട്ടാനുള്ള അർഹത കൂടി. സ്കോളർഷിപ്പ് ആർക്ക് കിട്ടുക? അതായത് മെറിറ്റ് ലിസ്റ്റിലുള്ള SC ST അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന EWS എല്ലാവർക്കും അവിടെ സ്കോളർഷിപ്പ് കിട്ടാനുള്ള വളരെ സ്കോപ്പുകൾ കൂടുതലാണ്. അതുമാത്രമല്ല, നമ്മുടെ ട്യൂഷൻ ഫീയും അതുപോലെ ഹോസ്റ്റൽ ഫീ ഒക്കെ വളരെ കുറവാണ്. ഞാൻ പറയട്ടെ, ഒരു വർഷത്തേക്ക് 5,000 രൂപ മാത്രം വരെ വരുന്ന യൂണിവേഴ്സിറ്റികളുടെ ഹോസ്റ്റൽ വരെയുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുക എന്ന് പറഞ്ഞാൽ ഫീസ് വളരെ കുറവാണ്. നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന കോഴ്സിനേക്കാൾ എത്രയോ വളരെ കുറഞ്ഞ ഫീസ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ബ്രാൻഡ് വാല്യൂ ആണ്. അതായത് നിങ്ങളിപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി നിന്നാണ് പഠിച്ചിറങ്ങിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഗ്രാജുവേഷൻ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾ എവിടുന്നാണ് ഡിഗ്രി പഠിച്ചതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കും ഗ്രാജുവേറ്റഡ് ഫ്രം DU അഥവാ ഡൽഹി യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ ഗ്രാജുവേറ്റഡ് ഫ്രം BHU ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ഉണ്ട്. കാരണം എന്താ പറയുക, ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടികളെല്ലാവരും നല്ല ക്വാളിറ്റി കണ്ടന്റ് കൃത്യമായിട്ടുള്ള അത്രയും ഏറ്റവും മികച്ച കുട്ടികളായിരിക്കും എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ലോകത്തെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഒരു കമ്പനി ജോബിന് വേണ്ടി ഒരാളെ സ്വീകരിക്കുന്ന സമയത്ത് അയാൾ ഈ പറഞ്ഞ ബ്രാൻഡ് വാല്യൂ നോക്കും. എന്ന് വെച്ചാൽ തന്നെ ഏത് യൂണിവേഴ്സിറ്റിന്നാണ് പഠിച്ചത് നോക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ സിമ്പിളായിട്ട് പറയാം, ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒരു മ്യൂസിക് പഠിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നേരെ മറിച്ച് യേശുദാസിൻ്റെ കീഴിൽ സംഗീതം പഠിച്ചു എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അർജിത് സിംഗിൻ്റെ കീഴിൽ സംഗീതം പഠിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിന് വ്യത്യാസമുണ്ട്. എന്താ കാരണം? അവരൊക്കെ അത്രയും ടോപ്പ് ലെവലിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ കീഴിൽ പഠിച്ചു എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ പറയുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബ്രാൻഡ് വാല്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നാഷണൽ ലെവൽ ഡിഗ്രി ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ എല്ലാവർക്കും അറിയപ്പെടുന്ന ഡിഗ്രിയാണ് ഈ പറഞ്ഞ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഡിഗ്രി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് എന്ന് പറയും. ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരും പറയണ്ട്, ഈ പറഞ്ഞ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ ഒരുപാട് സമരത്തിൽ പങ്കെടുക്കണം, ഒരുപാട് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇതൊക്കെ ഉണ്ട്, ഒരുപാട് പൊളിറ്റിക്കൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ പങ്കെടുക്കേണ്ടി വരും. അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കാം, നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങളുടെ അക്കാഡമിക്സ് പൂർത്തിയാക്കിയിട്ട് അതിൻ്റെ കൂടെ കോ-കരിക്കുലർ കൂടി ചെയ്തുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് പഠിച്ച് പുറത്തിറങ്ങാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞത്. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് കേവലം ഒരു മലയാളി മാത്രമാവണമെന്നില്ല. എന്ത് ചെയ്യാം, നിങ്ങളുടെ രാജ്യത്ത് മുഴുവനുള്ള, നമ്മുടെ രാജ്യത്ത് വിവിധ ഭാഷകൾ സംസാരിക്കുന്ന, വിവിധ ലാംഗ്വേജസിന് പുറമെയായിട്ട് വിവിധ രീതിയിലുള്ള ഭക്ഷണങ്ങൾ, വസ്ത്രങ്ങൾ, കൾച്ചർ, ഇതൊക്കെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവും. അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഞാൻ പറഞ്ഞാൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ അവരുടെ നാട്ടിൽ പോലും വിസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ഞാനൊരു കാര്യം കൂടി പറയണം. വേറൊന്നുമല്ല, ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ ഒരു ബെനിഫിറ്റാണ് മക്കളെ. അതായത് നമ്മൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി മിക്കവാറും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അവിടെ നിന്നും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ടൂറിസ്റ്റ് പ്ലേസുകൾ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് പ്ലേസ് ഉണ്ട്, അവിടെ പോയി വരാൻ ചിലവ് വളരെ കുറവാണ്. ഇപ്പോൾ ഉദാഹരണം, ഡൽഹിയിൽ പഠിക്കുന്ന ഒരാൾക്ക് മണാലി പോയി വരാനും, കശ്മീർ പോയി വരാനും, പഞ്ചാബിൽ പോയി വരാനും, ഇവിടെയൊക്കെ സുവർണ്ണക്ഷേത്രം, ഈ പറഞ്ഞ വാഗാ ബോർഡറൊക്കെ വിസിറ്റ് ചെയ്യാൻ വളരെ ചീപ്പ് റേറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു ബെനിഫിറ്റ് കൂടി പറയുകയാണെങ്കിൽ, നമുക്ക് ഈ ഓൾ ഇന്ത്യ ട്രാവൽ എന്താണ് പോസിബിളാണ്. അതും കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്ത് തീർക്കാൻ പറ്റും. ഇനി നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റീസാണ്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്ന ഫണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റികൾ ആയതുകൊണ്ട് തന്നെ അവിടെ മിക്കവാറും എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും. 24 hours ആയിരിക്കും ഓരോ യൂണിവേഴ്സിറ്റി. നമ്മളെ പോലെ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയോ അല്ലെങ്കിൽ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയോ എന്നൊന്നുമല്ല കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഉള്ളത്. 24 മണിക്കൂർ നിങ്ങൾക്ക് ഓപ്പൺ ആണ്. അത് പഠിക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല, കരിക്കുലറും കോ കരിക്കുലറും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ആണ് നിങ്ങളുടെ കഴിവെങ്കിൽ നിങ്ങൾക്ക് അത് ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി കരിക്കുലറാണ് ഓപ്ഷൻ എങ്കിൽ നിങ്ങൾക്ക് അതിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി എന്താണോ നിങ്ങൾക്ക് വേണ്ട വെച്ചാൽ അതിന് കംപ്ലീറ്റ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള കംപ്ലീറ്റ് ഓപ്ഷൻസ് അവിടെ കിട്ടും. അതായത് ഏറ്റവും മികച്ച സൗകര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും അവിടെ കിട്ടും. അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞത്. ഏറ്റവും മികച്ച സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചു 24 മണിക്കൂർ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എന്നതിനേക്കാൾ ഉപരി 24 മണിക്കൂറും നിങ്ങളുടെ ജീവിത ചുറ്റുപാട് അവിടെ നിന്നാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ തോട്ടിൽ അല്ലേ ഈ പറയുന്ന നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ തോട്ടിൽ ഒരുപാട് മാറ്റം വരും. നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അവിടെ ഒപ്പറായിരിക്കും. ഞാൻ കൃത്യമായിട്ട് പറയാം, ഏറ്റവും മികച്ച ഒരു പേഴ്സണാലിറ്റി ആയിട്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇനി 5ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്ലേസ്മെൻറ്റും കരിയറുമാണ്. ഈ പ്ലേസ്മെൻറ്റും കരിയറും പല ചോദ്യമാണ് അല്ലേ. സാധാരണ 3 വർഷം കൊണ്ട് ഒരു ഡിഗ്രി പഠിച്ചിറങ്ങി നമ്മൾ ആ സർട്ടിഫിക്കറ്റും കൈ പിടിച്ചിരിക്കുക എന്നല്ലാതെ ജോലി കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും പേരുടെയും തല താഴ്ന്നു പോകാറുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, പുഷ്പ പറഞ്ഞ പോലെ താഴത്തില്ലടാന്ന് പറഞ്ഞ പോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ചിറങ്ങിയവരാക്കും ചെയ്യും. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം, അവിടെ ആ വർഷം അഥവാ അവർ പഠിക്കുന്ന അവസാന ഫൈനൽ ഇയർ ആകുമ്പോൾ സമയത്ത് എന്ത് ചെയ്യും, അവർക്ക് അവിടെ വിവിധ തരത്തിലുള്ള കമ്പനികൾ വരും. അതായത് മൾട്ടിനാഷണൽ കമ്പനികളടക്കം ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള പല കമ്പനികളും അവർക്ക് വേണ്ട എംപ്ലോയീസിനെ ഏറ്റവും മികച്ച സാലറി കൊടുത്തോളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു വർഷം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സാലറി 8 LP എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിനർത്ഥം എന്താ, ഒരു മാസം നിങ്ങൾക്ക് 50,000 60,000 രൂപയുടെ മുകളിലാണ് സാലറി കിട്ടുന്നത്. 21-22 വയസ്സാകുമ്പോഴേക്കും നിങ്ങൾക്ക് ആ സാലറി കിട്ടുന്ന ജോലിക്കുള്ള ഒരു ഓപ്പൺ എൻട്രിയാണ് ഇവിടെ ഈ പറഞ്ഞ സെൻട്രൽ യൂണിവേഴ്സിറ്റി വഴി നിങ്ങൾക്ക് കിട്ടുന്ന പ്ലേസ്മെൻറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിലാണ് ഏറ്റവും മികച്ച കുട്ടികൾ ഉണ്ടാകുക എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റി തന്നെ ഏറ്റവും മികച്ച എംപ്ലോയീസും സൃഷ്ടിക്കപ്പെടുന്നുള്ള കാര്യം മനസ്സിലാകുന്നതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ കമ്പനികളും ഇവിടെ നിന്നാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നാണ് എന്ത് ചെയ്യുക അവർക്ക് വേണ്ട എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാറില്ല. അപ്പം ഈ ഒരു ചോദ്യത്തിന് ആവശ്യമില്ല എന്താണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി നല്ല പ്ലേസ്മെൻറ്റ് കിട്ടുന്ന സ്ഥലമാണ്. കരിയർ ഓപ്ഷൻസ് ഉണ്ടാവും, റിസർച്ചിനും എല്ലാത്തിനുള്ള ഓപ്ഷൻസ് അവിടെ കിട്ടുന്നുണ്ട്. ഈ 5 കാര്യങ്ങൾ അല്ലേ, ഈ 5 കാര്യങ്ങൾ ബെനിഫിറ്റ് പറഞ്ഞാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്താനുള്ള ഒരേ ഒരു വഴി എന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ നമ്മൾ ഇപ്പം 100 യൂണിവേഴ്സിറ്റിക്കും ഓരോ എൻട്രൻസ് നമ്മൾ എഴുതണം. അതായത് ഒരു എൻട്രൻസ് എക്സാമിന് 4,000-5,000 കൊടുത്ത് നമ്മൾ എഴുതണം. അല്ലെങ്കിൽ 2,000 മുതൽ നമ്മൾ 6,000 രൂപയൊക്കെ ഫീസ് അടച്ചിട്ട് വേണം എഴുതാൻ. അപ്പം അങ്ങനെ 100 യൂണിവേഴ്സിറ്റി പോട്ടെ, നമ്മളൊരു 10 എഴുതാൻ എത്രയും 10 × 2,000 എന്ന് പറയുമ്പോൾ തന്നെ എത്ര 20,000 രൂപയാണ് അല്ലേ. പക്ഷെ അതൊന്നും വേണ്ട, ഇതിനിപ്പോൾ ഒറ്റ വഴിയുള്ളൂ. അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ ഏറ്റവും മികച്ച എൻട്രി എന്ന് പറഞ്ഞാൽ CUT എക്സാമാണ്. ഈ CUT എക്സാം 2 തരത്തിലാണ്, CUT UG ആൻഡ് CUT PG ഉണ്ട്. ഇതിൽ UG എന്ന് പറഞ്ഞാൽ ഡിഗ്രി കോഴ്സുകളിലേക്കും PG എന്ന് പറഞ്ഞാൽ എന്താണ് ഡിഗ്രിയുടെ മുകളിലേക്ക് നമ്മൾ ചെയ്യുന്ന പോസ്റ്റ് ഗ്രാജുവേഷൻ അഥവാ MA MSc അതുപോലെ തന്നെ MCOM MBA തുടങ്ങിയുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഡിഗ്രി കോഴ്സിന് UGയും മാസ്റ്റേഴ്സിന് വേണ്ടി PGയുമാണ് CUT എക്സാം നടത്തുന്നത്. ഈ എക്സാം നടത്തുന്ന കംപ്ലീറ്റ് ആരാണ്? NT ആണ് നടത്തുന്നത്. NT ആണ് നടത്തുന്നത്, നാഷണൽ ലെവലിലെ എക്സാമാണ്. അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 40-ലധികം സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഈ പറഞ്ഞ CUT എക്സാമിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട മികച്ച ക്വാളിറ്റിയുള്ള കുട്ടികൾ എന്ത് ചെയ്യും, ഈ CUT എക്സാമിൽ കിട്ടിയ സ്കോർ വെച്ചിട്ടാണ് സെലക്ട് ചെയ്യുക. അല്ലാതെ നിങ്ങളുടെ +2ൻ്റെ മാർക്ക് നോക്കിയിട്ടല്ല, നിങ്ങൾക്ക് CUTയിൽ കിട്ടിയിരുന്ന സ്കോർ വെച്ചിട്ടാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് കേരളത്തിലുണ്ടോ, സെൻട്രൽ യൂണിവേഴ്സിറ്റി കേരളത്തിലുണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. അതേതാണ് CUK എന്ന് പറഞ്ഞാൽ അഥവാ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്ന് പറയുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള അഥവാ നമ്മുടെ കാസർഗോഡാണ് ഇതുള്ളത്. കാസർഗോഡ് പെരിയയിൽ വരുന്ന ഈ ക്യാമ്പസ് നിങ്ങളെ മനസ്സിലാക്കണവരും കേരളത്തിലും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. എന്നാൽ കേരളത്തിൽ പഠിക്കണമെന്ന് ഞാൻ ഒരിക്കലും നിങ്ങളോട് നിർബന്ധം പറയുന്നില്ല. കേരളത്തിന് പുറത്തും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒരുപാടുണ്ട്. ഏറ്റവും മികച്ച ഫണ്ടിങ് കിട്ടുന്ന ഈ യൂണിവേഴ്സിറ്റികൾ പഠിച്ചാലുള്ള ബെനിഫിറ്റാണ് ഈ 5 കാര്യങ്ങളായിട്ട് ഞാൻ പറഞ്ഞത്. ആ 5 കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. വെറും 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നിങ്ങളുടെ കരിയർ തന്നെ മാറാൻ പോകുന്ന, നിങ്ങളുടെ ലൈഫിൽ തന്നെ ചേഞ്ചിങ് ആവുന്ന യൂണിവേഴ്സിറ്റി കരിയർ ലൈഫാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ സയൻസ് ആവട്ടെ, കൊമേഴ്സ് ആവട്ടെ, ഹ്യൂമാനിറ്റീസ് ആവട്ടെ, ഏത് സ്ട്രീം ആയാലും നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് നിങ്ങളുടെ ഹയർ സ്റ്റഡീസിന് പോകാനുള്ള ഏറ്റവും മികച്ച സൗകര്യങ്ങൾ അവിടെ കിട്ടുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ സെറ്റ് ചെയ്യാനുള്ള, ഏറ്റവും മികച്ച ലൈഫ് സെറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഓപ്ഷനാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വെറും യൂണിവേഴ്സിറ്റികൾ മാത്രമല്ല, നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വലിയൊരു പാത്ത് കൂടിയാണ്, അപ്പോൾ അങ്ങോട്ടുള്ള ഒരു വഴി കൂടിയാണെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ വീണ്ടും പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജ്ബോർഡ് CUT. ബൈ.